ഓം നമോ വെങ്കടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ വ്യാഴാഴ്ച, മകരമാസത്തിലെ വ്യാഴാഴ്ച എന്ന് പറയുമ്പോൾ അതും പ്രധാനമായിട്ടും ശ്രീകൃഷ്ണ ഭഗവാനെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുവാനുള്ള ഏറ്റവും ഉത്തമമായ ഒരു ദിവസമാണ്. അതുമാത്രമല്ല, നാളെ ചതുർത്ഥി തിഥിയും കൂടി വരുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തടസ്സങ്ങളെല്ലാം പരിപൂർണമായും ഇല്ലാതാകുവാനും അതുപോലെ തന്നെ സമ്പത്തും ഐശ്വര്യവും നമ്മുടെ കുടുംബത്തിൽ വന്നു ചേരുവാനും നാളെ ശ്രീകൃഷ്ണ ഭഗവാനെയും വിനായക ഭഗവാനെയും വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും അത്യുത്തമമാണ്. നാളെ കഴിയുമെങ്കിൽ ഗണേശ ക്ഷേത്ര ദർശനം നടത്തുക, ഗണേശ ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുക, അതുപോലെ തന്നെ കറുക പുല്ലുമാല സമർപ്പിച്ച് പ്രാർത്ഥിച്ചു വരിക, തേങ്ങ വിഘ്നങ്ങളെല്ലാം അകറ്റിയെടുക്കുവാനായിട്ട് തേങ്ങ ഉടയ്ക്കുക. ഇതെല്ലാം നല്ല വഴിപാടാണ്. അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണെങ്കിൽ പാൽപായസം കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ അർച്ചനയ്ക്ക് പുഷ്പാഞ്ജലിക്ക് കൊടുക്കാവുന്നതാണ്. ഭഗവാന്റെ തിരുമുന്നിൽ നെയ്ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാം. ഇങ്ങനെയെല്ലാം ഒരുപാട് വഴിപാടുകളും പ്രാർത്ഥനകളും ഉണ്ടെങ്കിൽ പോലും നാളെ പലർക്കും ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കില്ല. അതുപോലെ പീരിയഡ്സ് ആണ്, പുലവാലായ്മയാണ്, ക്ഷേത്രത്തിൽ പോകുവാൻ പറ്റുന്നില്ല, ഞങ്ങൾ എന്തു ചെയ്യണം എന്ന് ചോദിക്കുന്നവർക്ക് നാളെ രാവിലെ ഉണർന്നതും 21 പ്രാവശ്യം ചൊല്ലേണ്ട ഒരു അത്ഭുത മന്ത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത്. മന്ത്രം എന്നതിലുപരി നമുക്കിത് വിനായക ഭഗവാന്റെ തിരുനാമം തന്നെയാണ്. തിരുനാമങ്ങൾ ജപിക്കുവാനോ ചൊല്ലുവാനോ എഴുതുവാനോ യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളും നമ്മൾ കാണേണ്ടതായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ നാളെ രാവിലെ ഉണർന്നതും ഈ മന്ത്രം അല്ലെങ്കിൽ ഈ തിരുനാമം ജപിക്കുവാനായിട്ട് പറയുന്നത്. 21 പ്രാവശ്യമാണ് ചൊല്ലേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏതു കാര്യമാണോ നിറവേറി കിട്ടണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നത്, അതായത് ചില കാര്യങ്ങൾ ചിലർക്ക് ഏതെങ്കിലും ഒരു കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകും. ഒന്നുകിൽ ബന്ധുക്കൾ മുഖാന്തരം, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ മുഖാന്തരം, അല്ലെങ്കിൽ കണ്ണിനറിയാത്ത ശത്രുക്കൾ മുഖാന്തരം, ഇങ്ങനെ ഒരുപാട് തടസ്സങ്ങൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ദിവസങ്ങളായി ആ കാര്യത്തിന് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു തൊഴിൽ തുടങ്ങാനാണെങ്കിലും ഒരു വീട് പണി പൂർത്തിയാക്കാൻ സാധിക്കാതെ വരിക, 2-3 വർഷമായിട്ട് വീട് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്, ഇനിയും അതിൻ്റെ പണി പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ, അതുപോലെ തന്നെ തൊഴിൽ തുടങ്ങാൻ കയ്യിൽ ക്യാഷ് വെച്ചിട്ട് പോലും അതിൻ്റെ സമയം എനിക്ക് യോജിച്ചു വരുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ, അതുപോലെ മംഗല്യ തടസ്സങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർ, മാത്രമല്ല ജീവിതത്തിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തികപരമായ പ്രശ്നങ്ങളുണ്ട് എന്നിങ്ങനെയെല്ലാം പറഞ്ഞ് വിഷമങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർ തീർച്ചയായും നാളെ രാവിലെ ഉണർന്നതും, അതായത് കുളിച്ചിട്ട് നമുക്ക് ചൊല്ലാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ കുളിച്ചതിന് ശേഷം ചൊല്ലുക. ഇനി ഞങ്ങൾക്ക് കുളിക്കാൻ രാവിലെ ഉണർന്നതും കുളിക്കാനൊന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ കുളിക്കുന്നതിന് മുന്നേ തന്നെ വടക്കു ദിശ നോക്കി ഇരുന്നു കൊണ്ട് കണ്ണുകൾ അടച്ച് വിനായക ഭഗവാന്റെ രൂപം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഓം വിഘ്ന വിനായകനേ നമഃ, ഓം വിഘ്ന വിനായകനേ നമഃ, ഓം വിഘ്ന വിനായകനേ നമഃ എന്ന ഈ മന്ത്രം 21 പ്രാവശ്യം ചൊല്ലുക. അതിനുശേഷം നമ്മുടെ ജോലികൾ എന്താണോ അത് നമുക്ക് നോക്കി ചെയ്യാവുന്നതാണ്. ഇനി അതുമാത്രമല്ല, നാളെ ഒരു പക്ഷേ എനിക്ക് രാവിലെ ഈ വീഡിയോ കാണാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ രാവിലെ ഈ മന്ത്രം ജപിക്കാൻ സാധിച്ചില്ല എന്ന് പറയുന്നവരാണെങ്കിൽ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ നിങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞ മന്ത്രം 21 പ്രാവശ്യം ഒരു വെളുത്ത നിറത്തിലുള്ള വരയിടാത്ത പേപ്പറിൽ എഴുതി വയ്ക്കാം. അല്ലെങ്കിൽ നമ്മൾ മാനിഫെസ്റ്റേഷൻ എല്ലാം എഴുതുന്നില്ലേ, ആ നോട്ട് പുസ്തകത്തിൽ, അല്ലെങ്കിൽ ഓം ശരവണ ഭവ എന്ന് എഴുതുന്ന ആ നോട്ട് പുസ്തകത്തിൽ നമുക്ക് ഓം വിഘ്ന വിനായകനേ നമഃ, ഓം വിഘ്ന വിനായകനേ നമഃ എന്നുള്ള മന്ത്രം 21 പ്രാവശ്യം എഴുതി വയ്ക്കാവുന്നതാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, തീർത്താൽ തീരാത്ത പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ പോലും തീർത്തു തരുവാൻ സാധിക്കുന്ന അത്ഭുത മന്ത്രമാണ് വിഘ്ന വിനായകനേ നമഃ എന്നുള്ള ഈ ഒരു മന്ത്രം. ഇത് ഒരു ഒറ്റ വരി മന്ത്രം ആണെങ്കിൽ പോലും ഇതിൻ്റെ ഫലം എന്ന് പറയുന്നത് അതീതമാണ്. നമ്മുടെ ജീവിതത്തിലെ സകല തടസ്സങ്ങളെയും ഇല്ലാതാക്കുവാനും സർവകാര്യ സിദ്ധിക്കു വേണ്ടിയും വിനായക ഭഗവാന്റെ അനുഗ്രഹത്തിനു വേണ്ടിയും നമുക്ക് ഈ മന്ത്രം ചൊല്ലാം. എവിടെ പോയാലും വളരെ എളിമയാർന്ന ഒരു ഭഗവാനായിട്ടാണ് വിനായക ഭഗവാനെ പറയപ്പെടുന്നത്. നമ്മൾ ഏത് ദൈവത്തെ വഴിപാട് ചെയ്യുകയാണെങ്കിലും ഏത് പൂജകൾ ചെയ്യുകയാണെങ്കിലും ആദ്യം വിനായക ഭഗവാനെ തൊഴുതു പ്രാർത്ഥിച്ചതിനു ശേഷം, ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിച്ചതിനു ശേഷം മാത്രമേ
പൂജകളും വഴിപാടുകളും പ്രാർത്ഥനകളും എല്ലാം ചൊല്ലാറുള്ളൂ എന്ന കാര്യം നമുക്കറിയാവുന്നതാണ്. അതുപോലെ തന്നെ സാധാരണ ഒരു ആലിൻ ചുവട്ടിൽ പോലും ഇരുന്ന് ഭക്തരെ അനുഗ്രഹിക്കുവാൻ സാധിക്കുന്ന ഭഗവാനാണ് വിനായക ഭഗവാൻ. വളരെ എളിമയാർന്ന ഭഗവാൻ എന്നാണ് വിനായക ഭഗവാനെ പറയപ്പെടുന്നത്. വെറുതെ നമ്മൾ മനസ്സിൽ ഒരു കാര്യം കരുതിക്കൊണ്ട് ഗണേശ സാധിപ്പിച്ചു തരണേ ഭഗവാനെ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഭഗവാൻ നമുക്കത് സാധിപ്പിച്ചു തരുന്നതായിരിക്കും. അത്രയും എളിയ മനസ്സുള്ള ഭഗവാനായ ഗണേശ ഭഗവാനെ കുളിക്കണമെന്നോ അല്ലെങ്കിൽ നമുക്ക് പീരിയഡ്സ് ആണ് എന്നോ പുലവാലായ്മയുണ്ട് എന്നൊന്നും നോക്കാതെ നമ്മൾ മനസ്സുരുകി ഭഗവാനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, മനസ്സിൽ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ ഈ മന്ത്രം ചൊല്ലുന്ന സമയത്ത് നമ്മുടെ പ്രാർത്ഥനകൾ പെട്ടെന്ന് നിറവേറി കിട്ടും, നമ്മുടെ കഷ്ടപ്പാടുകൾ മാറിക്കിട്ടുന്നതായിരിക്കും. അതുമാത്രമല്ല, നാളെ ഒരു പക്ഷേ നമുക്ക് എന്തെങ്കിലും സാഹചര്യത്തിൽ ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കാതെ വരാം. പക്ഷേ നിങ്ങളെ കൊണ്ട് എപ്പോഴാണോ ക്ഷേത്രത്തിൽ പോകുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നമ്മൾ ഭഗവാന്റെ മുൻപിൽ നമുക്കൊരു പാത്രത്തിൽ മോദകം ഉണ്ടാക്കിയിട്ട് നമ്മുടെ കൈകൾ കൊണ്ട് തന്നെ ശുദ്ധമായ മാവ് കുഴച്ച് നമ്മൾ കൊഴുക്കട്ടയോ അല്ലെങ്കിൽ മോദകമോ ഉണ്ടാക്കി ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു വരാം. നമ്മൾ വീടിനടുത്തെല്ലാം ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ ഉണ്ടാവില്ലേ വിനായക ഭഗവാന്റെ, അവിടെ കൊണ്ടുപോയി വച്ച് നമുക്ക് പ്രാർത്ഥിച്ച് തൊഴുതു വരാവുന്നതാണ്. നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറി കിട്ടിയതിനു ശേഷം നമ്മളെ കൊണ്ട് എന്നാണോ ക്ഷേത്രത്തിലേക്ക് പോകുവാൻ സാധിക്കുന്നത് അപ്പോൾ നമുക്കിത് ചെയ്താൽ മതിയാകുന്നതാണ്. ഇനി അതുമാത്രമല്ല, നാളെ സമയം കിട്ടുമ്പോൾ എല്ലാം നമുക്ക് ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ വീഡിയോ പറയുന്നതിനിടയിൽ നിങ്ങൾക്ക് ചില ശബ്ദങ്ങൾ കേൾക്കാം. അത് നമ്മുടെ മുരുക ഭഗവാനെ ഇന്ന് തൈപ്പൂയത്തിൻ്റെ തേര് വലിച്ചു കൊണ്ടുവരുന്ന സമയമാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ആ പടക്കത്തിൻ്റെ എല്ലാം ശബ്ദം കേൾക്കുന്നത്. ക്ഷമിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, മറക്കാതെ നമ്മൾ ഏതൊരു സമയത്ത് വേണമെങ്കിലും ഈ മന്ത്രം, ഈ തിരുനാമം ചൊല്ലിക്കൊണ്ടേയിരിക്കാവുന്നതാണ്. മനസ്സിൽ വിഷമങ്ങൾ വരുന്ന സമയത്ത്, ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത്, ജോലികൾ ചെയ്യുന്ന സമയത്ത്, അതുപോലെ തന്നെ നമ്മൾ രാവിലെ ഉണർന്ന സമയത്ത്, കിടക്കുന്നതിന് മുന്നേ തുടങ്ങി എല്ലാ സമയത്തും നമുക്ക് ഈ തിരുനാമം ഉച്ചരിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നാളെ ചൊല്ലേണ്ട ഇനി ഒരു അത്ഭുത മന്ത്രം കൂടിയുണ്ട്. ഓം ക്ലീം കൃഷ്ണായ നമഃ. ഓം ക്ലീം കൃഷ്ണായ നമഃ എന്നുള്ള ഈ മന്ത്രം, ഇത് നമുക്ക് കുളിച്ച് ശുദ്ധമായിരിക്കുന്ന സമയത്ത് ചൊല്ലുവാൻ സാധിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ നാളെ വിഘ്നേശ്വരൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ മന്ത്രം മാത്രം ജപിച്ചാൽ മതിയാകുന്നതാണ്. അപ്പോൾ നാളെ മറക്കാതെ നിങ്ങളെക്കൊണ്ട് ഞാൻ പറഞ്ഞു തന്ന 2 മന്ത്രങ്ങളിൽ ഏത് മന്ത്രം ജപിക്കുവാൻ സാധിക്കുന്നുവോ ആ മന്ത്രങ്ങൾ ജപിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള മന്ത്രജപങ്ങൾ, തിരുനാമങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ വഴിപാട് രീതികൾ, ഭഗവാന്റെ തിരുകഥകൾ എന്നിവയെക്കുറിച്ചെല്ലാം കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ആത്മീകം എന്ന നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിടേശായ നമഃ.